യുദ്ധം കാരണം ഇവിടെ ബീജിംഗ് എയർപോർട്ടിലേക്ക് വരേണ്ടി വന്നിരിക്കുകയാണ്. ഇതെൻ്റെ മാത്രം കാര്യമല്ല, 70 ലക്ഷത്തോളം യാത്രക്കാരെ യുദ്ധം ബാധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ സുരക്ഷാ പരിശോധനയുള്ള സ്ഥലങ്ങളിലൊന്നാണ് ടിയാൻമെൻ സ്ക്വയർ. റിയാദിലിറങ്ങി റോഡ് വഴിയാണ് പോകുന്നത്. ഷാങ്ഹായിൽ നിന്ന് നേരിട്ട് ബഹ്റൈനിലേക്ക് പറക്കേണ്ട ആളായിരുന്നു. പക്ഷേ യുദ്ധം കാരണം ഇവിടെ ബീജിംഗ് എയർപോർട്ടിലേക്ക് വരേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ബീജിംഗ് എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ബഹ്റൈൻ എയർപോർട്ട് അടച്ചതുകൊണ്ട് അങ്ങോട്ട് നേരിട്ട് പോകാൻ കഴിയില്ല. സൗദിയിൽ ഇറങ്ങിയിട്ട് റോഡ് വഴി ബഹ്റൈനിലേക്ക് പോകാനാണ് പ്ലാൻ. ഷാങ്ഹായിൽ നിന്ന് ഫ്ലൈറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് ബൈജിങ്ങിലേക്ക് വരാൻ തീരുമാനിച്ചത്. 1000 കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ രണ്ട് സിറ്റികൾ തമ്മിൽ. ഹൈസ്പീഡ് ട്രെയിനിലാണ് ഇന്നലെ ബെയ്ജിങ്ങിലെത്തിയത്. ഈ സൂജോ സിറ്റിയിൽ നിന്ന് ബെയ്ജിങ്ങിലേക്ക് 1000-ലധികം കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ കാറിൽ പോവുകയാണെങ്കിൽ 11-12 മണിക്കൂറിലധികം എടുക്കുന്നതാണ്. അതാണ് ഈ ട്രെയിനിൽ പോയാലും നമുക്ക് 5 മണിക്കൂർ കൊണ്ട് എത്താം. അപ്പോൾ ഞാൻ പോകുന്ന ട്രെയിനാണ് 5 മണിക്കൂർ കൊണ്ട് എത്തുന്നത്. ഇതല്ലാതെ രാവിലെ ഒരു ട്രെയിനുണ്ട്, അത് 4 മണിക്കൂർ കൊണ്ട് എത്തും. ഞാൻ ബുക്ക് ചെയ്തത് ഈവനിങ്ങിലാണ്. ഒരു 4-ൻ്റെയും 5-ൻ്റെ ഇടയ്ക്ക് മണിക്കൂറുകൾ കൊണ്ട് 1000 കിലോമീറ്റർ മിനിറ്റ് കൊണ്ട് ബെയ്ജിങ്ങിലെത്താൻ പറ്റും. ഓരോ അരമണിക്കൂറിന് ശേഷവും ബെയ്ജിങ്ങിലേക്ക് ട്രെയിൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് തീരുമാനമെടുക്കാനും അതുപോലെ ഇങ്ങനെ യാത്ര ചെയ്യാനുമൊക്കെ പറ്റിയത്. ട്രെയിൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, വളരെ വൃത്തിയുള്ളതും അതുപോലത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ള ട്രെയിനാണിത്. അറൈവലിനും ഡിപ്പാർച്ചറിനും വെവ്വേറെ നിലകളുള്ള മൊത്തത്തിൽ 3 നിലകളുള്ള വലിയ റെയിൽവേ സ്റ്റേഷനാണ് ബൈജിങ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. ടാക്സിക്ക് വേണ്ടിയുള്ള നീണ്ട ക്യൂ ആണ് ഈ കാണുന്നത്. ഗൂഗിൾ മാപ്പ് ചൈനയിൽ കിട്ടാത്തതുകൊണ്ട് മാപ്പ്, ബൈഡു മാപ്പ് തുടങ്ങിയ ആപ്പുകളാണ് ഇവിടെ ടാക്സിക്കാർ ഉപയോഗിക്കുന്നത്. ടിയാൻമെൻ സ്ക്വയറിനടുത്തുള്ള ഹോട്ടലിൽ താമസിച്ചത് കൊണ്ടാണ് രാവിലെ ഇവിടെ വരാൻ പറ്റിയത്. 1989 പ്രക്ഷോഭത്തിനും വെടിവെപ്പിനും ശേഷം ഏറ്റവും കൂടുതൽ സുരക്ഷാ പരിശോധനയുള്ള സ്ഥലങ്ങളിലൊന്നാണ് ടിയാൻമെൻ സ്ക്വയർ. എയർപോർട്ട് സ്റ്റൈലിലുള്ള സെക്യൂരിറ്റി സ്ക്രീനിങ് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കിവിടെ പോകാൻ പറ്റുകയുള്ളൂ. ഇവിടെ ധാരാളം പോലീസുകാരെയും പട്ടാളക്കാരെയും നമുക്ക് കാണാൻ പറ്റും. മാവോയുടെ ശവകുടീരത്തിന് മുന്നിലൂടെ പോകുമ്പോൾ മോസ്കോയിലെ റെഡ് സ്ക്വയറുമായി ടിയാൻമെൻ സ്ക്വയറിന് സാമ്യമുള്ളതുപോലെ തോന്നി. ബെയ്ജിംഗ് എയർപോർട്ടിലെത്തിയെങ്കിലും വിമാനം പറക്കുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. ഇതെൻ്റെ മാത്രം കാര്യമല്ല, 70 ലക്ഷത്തോളം യാത്രക്കാരെ യുദ്ധം ബാധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യുദ്ധം കാരണം 40,000-ഓളം വിമാനങ്ങളാണ് പറക്കാതെയായത്. GCCയിലെ പ്രധാന എയർപോർട്ടുകളും എയർ സ്പേസും അടച്ചതാണ് ലോകത്താകെയുള്ള യാത്രക്കാരെ ബാധിച്ചത്. ബോർഡിംഗ് തുടങ്ങിയപ്പോൾ മാത്രമാണ് വിമാനം പറക്കുമെന്ന ഉറപ്പ് എനിക്കുണ്ടായത്. ഷാങ്ഹായിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് ഗൾഫ് എയർ ക്യാൻസൽ ചെയ്തപ്പോൾ ഇന്നലെ ആയിരുന്നു പോകേണ്ടിരുന്നത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തപ്പോൾ ഇനി ഏത് ഫ്ലൈറ്റ് ഉണ്ടാകാമെന്ന് സെർച്ച് ചെയ്തപ്പോൾ മിക്ക ഫ്ലൈറ്റുകൾ നമ്മൾ വിളിക്കുമ്പോൾ ഒരു കൺഫർമേഷൻ തരുന്നില്ല. ഇപ്പോൾ സൗദി എയർലൈനൊക്കെ ചോദിക്കുമ്പോൾ ഷാങ്ഹായിൽ നിന്ന് സർവീസ് ഉണ്ട്, ദമാമിലേക്കൊക്കെയുള്ള സർവീസാണ്, പക്ഷെ അതൊന്നും പോകുന്നില്ല. പിന്നെ അവരുടെ മറ്റു സ്ഥലങ്ങളിലേക്ക്, ദമാം എയർപോർട്ടല്ലാത്ത മറ്റു എയർപോർട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അവരൊരു കൺഫർമേഷൻ തരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ എയർ ചൈന നോക്കുന്നത്. എയർ ചൈന നോക്കിയപ്പോൾ ഒരു മിനിഞ്ഞാന്ന് ഇവിടുന്ന് ഫ്ലൈ ചെയ്തായി കണ്ടു. അങ്ങനെയാണ് ഞാനിത് ബുക്ക് ചെയ്തത്. എയർ ചൈന പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ബെയ്ജിങ്ങിൽ വരണമായിരുന്നു. അങ്ങനെയാണ് ഇവിടെ എത്തി. ഇപ്പോൾ ഇതിൽ കയറിയപ്പോഴാണ് ആശ്വാസമായത്. 40 മണിക്കൂർ ആണ് ശരിക്കും സാധാരണ റിയാദിലേക്ക് പറക്കാൻ വേണ്ട സമയം. പക്ഷേ 11 മണിക്കൂറിലധികം എടുക്കുന്നുണ്ട്. കാരണം യുദ്ധം നടക്കുന്നത് കൊണ്ട് ചില എയർ സ്പേസിലൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ മാറി പറക്കേണ്ടി വരും. അതുകൊണ്ടാണ് അധിക സമയം എടുക്കുന്നത്. എന്തായാലും ഇതിൽ കയറി. പക്ഷേ എയർ ചൈന വേറൊരു അനുഭവമാണ്. എയർ ചൈന ഇപ്പോൾ ഞാൻ കയറിയപ്പോൾ ഇതിനകത്ത് ചൈനീസ് സൗദിയിലേക്കുള്ളത് കൊണ്ടായിരിക്കാം ഉംറയൊക്കെ ചെയ്യാനായിട്ട് ചൈനയിലെ ഒരുപാട് മുസ്ലിം യാത്രക്കാരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഇന്തോനേഷ്യക്കാരും അതുപോലെ ഇവരൊക്കെ ഉണ്ട്, ഇവിടുത്തെ ചൈനീസ് മുസ്ലിങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇവർ സെർവ് ചെയ്യുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഹലാൽ ഭക്ഷണമാണ്. ഈ ഫുഡിൽ എഴുതിയിട്ടുണ്ട് ഹലാൽ ഭക്ഷണമാണെന്ന് പറയുന്നത്. അപ്പോൾ ചൈനയുടെ എയർലൈൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത്, അതായത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ളത് ഒരു അതിശയമായ കാര്യമാണ്. പോക്ക് എന്നുള്ളത് ചൈനക്കാരുടെ ഇഷ്ടഭക്ഷണമാണ്. പക്ഷെ അത് ഈ ഫ്ലൈറ്റിൽ ഇവരെ പരിഗണിച്ചുകൊണ്ട് സെർവ് ചെയ്യുന്നില്ല എന്ന് ക്യാബിൻ ക്രൂ പറയുകയുണ്ടായി. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ന്യൂനപക്ഷ വിഭാഗമാണ് മുസ്ലിങ്ങൾ. പക്ഷെ അത് അവരെയും കൂടി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഈ ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് മുംബൈക്കൊക്കെ പോകുന്ന ആൾക്കാരുള്ളത് കൊണ്ടായിരിക്കും അവരിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ പാസഞ്ചേഴ്സിൻ്റെ സീറ്റിന് ചേർന്നുകൊണ്ട് ക്യാബിൻ ക്രൂവിന് കട്ടൻ ഇട്ടുകൊണ്ട് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു എയർലൈനിൽ കാണുന്നത്.
11 മണിക്കൂർ ഫ്ലൈറ്റിലിരുന്നു കൊണ്ട് ഇപ്പോൾ റിയാദിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബഹ്റൈനിലേക്ക് ഇവിടുന്ന് പോകണം. എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് കാർ എടുത്തിട്ട് വേണം ഇനി പോകാൻ. റിയാദിലിറങ്ങി റോഡ് വഴിയാണ് പോകുന്നത്. ഇവിടുന്ന് റിയാദിൽ നിന്ന് നമുക്ക് ബഹ്റൈനിലേക്ക് എത്താൻ 5 മണിക്കൂർ വേണം. അതിനൊക്കെ നിങ്ങൾ സാധാരണ ഇതിന് റിയാദിലേക്ക് എത്ര ചാർജ് ചെയ്യാം? നമുക്ക് ചാർജ് ചെയ്യണമല്ല, നിങ്ങൾ സാധാരണ ചാർജ് ചെയ്യുന്നത് എത്ര? 800. എവിടുന്ന്? റിയാദിൽ നിന്ന് ദമാമല്ല, റിയാദിൽ നിന്ന് ബഹ്റൈനിലേക്ക് 1100 1200 ഒക്കെയാണ്. ഓക്കെ. അപ്പോൾ സാധാരണ ഇവർ 1200 കമ്പനികളൊക്കെ ആണെങ്കിൽ 1200 എന്ന് പറഞ്ഞാൽ 120 120 BD ബഹ്റൈൻ ദിനാർ 120 BD കൊടുത്താൽ റിയാദിൽ നിന്ന് അവർ ബഹ്റൈനിലേക്ക് എത്തും. സത്യത്തിൽ നമുക്ക് ഇത് യുദ്ധം കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബഹ്റൈനിലേക്ക് പോകാമല്ലോ. അപ്പം അമിത ചിലവാണ്. മാത്രമല്ല സൗദിയിൽ ഇറങ്ങണമെങ്കിൽ വിസ കൂടി വേണം. വിസയുള്ള ആളുകൾക്ക് മാത്രമാണ് ഇവിടെ ഇറങ്ങാൻ പറ്റുക. അപ്പോൾ അത് എല്ലാ ആൾക്കാർക്കും വളരെ ഈസിയായ കാര്യമൊന്നുമല്ല. അപ്പോൾ യുദ്ധം കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഒന്നാണിത്. സൗദിയിൽ മാത്രമാണ് ഇപ്പോൾ എയർപോർട്ടുകൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റിയാദ് എയർപോർട്ടിലേക്ക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ ജിദ്ദയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഇപ്പോൾ GCC രാജ്യങ്ങളിലുള്ള എല്ലാവർക്കും ആശ്വാസം. ഇപ്പോൾ സൗദിയിലത്തെ എയർപോർട്ടുകളാണ്. ദമാമിലത്തെ എയർപോർട്ടിൽ ഫ്ലൈറ്റുകൾ അധികം വരുന്നില്ല. പക്ഷേ ഈ 2 എയർപോർട്ടുകളും ജിദ്ദയും അത് റിയാദും. ഇപ്പോൾ നിങ്ങളിപ്പോൾ എവിടെ പോയെന്ന് പറഞ്ഞാൽ എവിടുന്ന് ആളെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് അസനക്ക? അതെ, അസനക്ക ഇപ്പം എന്നെ എടുക്കുന്നതിന് മുമ്പ് കുവൈത്തിൽ നിന്ന് ആളെ കൊണ്ടുവന്നത്. അവിടെ കുവൈത്തിലും ഫ്ലൈറ്റ് ഇല്ലല്ലോ, കുവൈത്തിലും ഓപ്പറേഷനല്ല, എയർപോർട്ട് ഓപ്പറേഷനല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, അവിടുന്ന് ആൾക്കാർ ഈ ഇവിടുത്തെ എയർപോർട്ട് വഴി പോവാണ്. അവർ എങ്ങോട്ടാണ് പോണേ? ഈ ദമാം വഴിയാണോ? അല്ല, അവര് കുവൈത്തിൽ നിന്ന് മറ്റേ UK ആൾക്കാർ. അപ്പോൾ എങ്ങോട്ടാ? റിയാദിലേക്കാണ് പോയി. കുവൈത്ത് ടു റിയാദ് ടു UK. ഓക്കെ. അപ്പോൾ അവർ റിയാദ് എയർപോർട്ടിലേക്കാണ് കുവൈറ്റിൽ നിന്ന് കൊണ്ടുവന്നത്. കുവൈറ്റിലേക്ക് ഇവിടുന്ന് എത്ര മണിക്കൂറാണ്? 4 മണിക്കൂറാണ്. 6. കുവൈത്തിലേക്ക് 6.5 മണിക്കൂർ അല്ലേ? റിയാദിൽ നിന്ന് ഓക്കെ. കുവൈത്തിലേക്ക് 6.5 മണിക്കൂർ. നമ്മളെക്കാൾ ബഹ്റൈനിലേക്ക് പോവുകയാണെങ്കിൽ 5 മണിക്കൂർ, കുവൈറ്റിലേക്കാണെങ്കിൽ 6.5 മണിക്കൂർ. അപ്പോൾ സൗദി വലിയ രാജ്യമായത് കൊണ്ടാണ് അതിൻ്റെ ഒരു ഗുണം. ബഹ്റൈൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യമാണല്ലോ, പറയാം ഒരു സബ് ജില്ലയുടെ അത്ര വലിപ്പമുള്ളൂ ബഹ്റൈൻ. അപ്പോൾ എന്ത് പ്രശ്നം നടന്നാലും അതിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും അതിൻ്റെ പ്രകമ്പനം ഉണ്ടാവും. അതാണ് ഇത് വലിയ രാജ്യമായതുകൊണ്ട് മാറാനും മാറിപ്പോകാനും എയർപോർട്ടുകൾ യൂസ് ചെയ്യാനൊക്കെ പറ്റും. സൗദിയെയും ബഹ്റൈനെയും കണക്ട് ചെയ്യുന്ന 24 കിലോമീറ്റർ നീളമുള്ള കടൽപ്പാലത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ബഹ്റൈൻ രജിസ്ട്രേഷനുള്ള വണ്ടികളൊക്കെയാണ് ഇവിടെ കാണുന്നത്. പുലർച്ചെ 2:30 മണിയാണ് ഇപ്പോൾ സമയം. ഈ സമയത്തും ഭക്ഷണം ഡെലിവറി ചെയ്യുന്ന തലബാത്തിൻ്റെ ബൈക്കാണ് പോകുന്നത്.